ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK. സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമ കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു. പക്ഷേ ഇതിന്റെ റൈറ്റിംഗ്സിൽ കുറച്ചും കൂടി അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പടം കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു. പ്രവീൺ നാരായണനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ബൈജു, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, മാധവ് സുരേഷ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ അനുപമ അവതരിപ്പിക്കുന്ന കഥാപാത്രം ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്ന ഒരു ടെക്കിയാണ്. അപ്പോൾ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് 2 ദിവസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ റേപ്പ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ ഒരു ഇൻസിഡന്റിന് ശേഷം പോലീസ് അന്വേഷണമൊക്കെ വരുന്നുണ്ട്. പോലീസ് പ്രതി എന്ന് പറഞ്ഞ് 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന വക്കീൽ കഥാപാത്രം. പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഒരു കോർട്ട് റൂം ഡ്രാമയായ ഈ സിനിമയിൽ പറയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കൊള്ളാമായിരുന്നു. ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റും മെയിൻ ഇൻസിഡന്റിന്റെ പ്രസന്റേഷനും അതിന്റെ അന്വേഷണങ്ങളൊക്കെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന ആ കോർട്ട് റൂം വാദങ്ങളും പ്രതിവാദങ്ങളും സംഭവങ്ങളൊക്കെ അതും അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഫിലിം സ്റ്റാർട്ടിങ് പോലെ ഇന്റർവെൽ ആവുന്നവരെ നമ്മൾ അറിയില്ല, അത്രയും പേസിലാണ് ഫിലിം പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഫിലിമിന്റെ. നല്ല എൻഗേജിങ് ആയിട്ടാണ് അവർ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടം ആകെ കയ്യിൽ നിന്ന് പോയി. സെക്കൻഡ് ഹാഫിൽ ഇവര് കേരള സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം എഴുതിയ തിരക്കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിൽ. അപ്പൊ അത്രയും ഒരു ഫിലിം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫിലിമിനോട് ഭയങ്കര ഡിറ്റാച്ച് ആയിട്ട് സെപ്പറേറ്റ് വേറൊരു ട്രാക്ക് പിടിച്ചൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ ഇവര് കഥ എഴുതി വെച്ചിരിക്കുന്നത്. ആവശ്യമില്ലാതെ കേരള സർക്കാരിനെ ഇതിലേക്ക് വലിച്ചഴിച്ച് പിന്നെ കേരള സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സിനിമയായി മാറ്റി ഇവര് ഈ ഫിലിം. പ്രൊപ്പഗണ്ട എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ആ ഒരു പ്രൊപ്പഗണ്ട ഫിലിമായിട്ട് മാറി സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ. അപ്പൊ കേരള സർക്കാർ വളരെ മോശമാണ്, ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മോശമാണ്, കേരള സർക്കാർ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയാണ് ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് ഈ സിനിമയുടെ ആ ഒരു ടോട്ടൽ കൺസെപ്റ്റിനെ വളരെ മോശമായിട്ട് ബാധിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഇത്രയും അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ അവർ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അവർ ആ ഫിലിമിന്റെ ഇതൊക്കെ മറന്നു. അപ്പൊ അവർക്ക് സെക്കൻഡ് ഹാഫിൽ അവരുടെ ഈ ഫിലിം എടുത്തവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരള സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആസ് യൂഷ്വൽ ആ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയിലുള്ള ആ ഒരു പ്രായമായതിന്റെ ഒരു സംഭവം, അത് ഒരു സ്ലോ പേസ് ഡയലോഗ് ഡെലിവറിയാണ്. ചില സ്ഥലത്ത് അത് കത്തി കയറുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പ്രതീക്ഷ ഒരു ഫയർ ബ്രാൻഡ് സംഭവം കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് ഇതില്, പക്ഷെ അതും അത്ര ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. പഞ്ചില്ലാതെയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഫൈറ്റ് സീക്വൻസ് എനിക്ക് അത്ര ഇംപ്രസീവ് ആയില്ല. പിന്നെ ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫയർ ബ്രാൻഡ് സംഭവം ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് രണ്ടോ മൂന്നോ ഡയലോഗ് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ കോടതി സീനുകളിലൊക്കെ പുള്ളി ആ ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അനുപമ പരമേശ്വരന്റെ കഥാപാത്രമാണ്. അപ്പൊ ഒരു റേപ്പ് ചെയ്യപ്പെട്ട ഒരു വിക്ടിം എന്നുള്ള ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരത്തി അത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസ്കർ അലി ഉണ്ട് ഈ ഫിലിമിൽ, ആസിഫ് അലിയുടെ അനിയൻ. അപ്പൊ പുള്ളിയുടെ പെർഫോമൻസും ഓക്കെ ആയിരുന്നു. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഡയലോഗ് ഡെലിവറി അതൊന്നും, പക്ഷേ ഓവറോൾ ഓക്കെ ആയിരുന്നു. പിന്നെ ബൈജു ഉണ്ട്, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യ പിള്ള, യദുകൃഷ്ണൻ. അപ്പൊ ഇവരുടെ പെർഫോമൻസും എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ കിട്ടിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫിലിമിൽ ഒരു മിസ്കാസ്റ്റ് ആകെ ഒരു പ്രശ്നമായിട്ട് ഒരു പെർഫോമൻസ് തോന്നിയത് മാധവ് സുരേഷിന്റെ. പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയും എല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. പുള്ളിനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആകെ ഒരു ശോകാവസ്ഥയായിരുന്നു. പുള്ളിയുടെ ആ ഒരു മസിൽ പിടിച്ചുള്ള ഡയലോഗും ആ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നതൊക്കെ വൻ ശോകം തന്നെയായിരുന്നു. പുള്ളിനെ നമ്മള് ഇതിനു മുമ്പത്തെ ഫിലിമിൽ പുള്ളിനെ കളിയാക്കി പറയുന്നത് നമ്മൾ അനാഥരാണ്, നമ്മൾ കൊലപാതകികളല്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ആ ഒരു സെയിം ഡയലോഗ് ഡെലിവറി തന്നെ പുള്ളി എല്ലാത്തിനും. അപ്പൊ ഇത് മാറ്റി പിടിക്കേണ്ട സമയമായി. പുള്ളി കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആക്ടിങ്ങിലും ഡയലോഗ് ഡെലിവറിയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുൻപോട്ടുള്ള പുള്ളിയുടെ ഭാവിക്ക് നല്ലതാണെന്ന് തോന്നും. പിന്നെ ഈ സിനിമയിൽ സെൻസർ ബോർഡ് കണ്ട പ്രശ്നം എന്താണെന്ന് ഈ സിനിമ മുഴുവൻ കണ്ടിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്ത് സെൻസ് കൊണ്ടാണ് ഈ സെൻസർ ബോർഡ് ഈ ഒരു ഫിലിമിന് വി എന്നുള്ള ഒരു എക്സ്ട്രാ പേര് കൊടുത്തത്, എന്താ കാര്യം എന്നുള്ള മനസ്സിലായില്ല. സിനിമയിൽ ജസ്റ്റ് ആ ഒരു പേര് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ദൈവങ്ങളെയോ ആരെയോ ഒന്നും അതിൽ ആഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സെൻസർ ബോർഡൊക്കെ വളരെ ബാലിശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഒരു ഒരു ഗോഡിന്റെ ഒരു പേര് ഒരു സിനിമയിൽ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വൺ വൺ എന്താണ് അതിലുള്ള പൊളിറ്റിക്സ് എന്ന് അറിയില്ല. അപ്പൊ ഈ ഫിലിമിലും കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട്. അവര് കുറച്ച് പ്രൊപ്പഗണ്ട പൊളിറ്റിക്സ് സിനിമയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. സെൻസർ ബോർഡിന് വേറെ പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ നമ്മൾ ഫിലിം കാണാനാണ് പോകുന്നത്, പൊളിറ്റിക്സ് കാണാനല്ല.
അപ്പൊ ഞാൻ ഈ ഫിലിം കാണാൻ പോയിട്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല എൻഗേജിംഗ് ഉള്ള ഒരു ഫിലിമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഈ ഒരു പ്രൊപ്പഗണ്ട സംഭവം, സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളൊരു സാധനം കൂടി ഇതിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.